നമുക്കൊരു കേസ് ഉണ്ടായിരുന്നല്ലോ. അവർ ഗൾഫിലായിരുന്നു. അതിനുശേഷം പിന്നെ അവർ UK മൂവ് ചെയ്തു. അത് മിസ്കാരേജ് ആയപ്പോൾ എന്തോ ചെയ്തല്ലോ. അതെന്താ കേസ്? സംഭവം എങ്ങനെയായിരുന്നു അത്? PCOS ആയിട്ടാണ് വന്നത്. പിന്നെ എന്നിട്ട് ശരിക്കും 3 മാസത്തെ മരുന്നുകൊണ്ട് തന്നെ പോസിറ്റീവ് റിസൾട്ട് കിട്ടി. പക്ഷെ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മിസ്കാരേജ് ആയി. അതെന്താ വെച്ചാൽ ഈ PCOD കേസുകൾ, PCOS കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഓവം അവർക്ക് ഹെൽത്തി ആയിട്ട് ചിലപ്പോൾ ഓവലേഷൻ ഉണ്ടാവില്ല, ഓവം ഹെൽത്തി ആയിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് റിസൾട്ട് കിട്ടി കഴിഞ്ഞാലും ചില PCOD കേസുകളിൽ ഇതിപ്പോൾ എനിക്കും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും എന്താ വെച്ചാൽ മിസ്കാരേജ് ആവും. പക്ഷേ ഈ സമയത്ത് പിന്നീട് ആ പേഷ്യൻറ്റ് കറക്റ്റ് കണ്ടിന്യൂ ചെയ്തല്ലോ മരുന്നല്ല. അവർ വീണ്ടും മെഡിസിൻ കണ്ടിന്യൂ ചെയ്തു. അടുത്ത് വീണ്ടും നമ്മൾ 3 മാസത്തെ മരുന്ന് അയച്ചു കൊടുത്തു. എന്നിട്ട് പിന്നെ വീണ്ടും അത് കഴിയാറാവുന്ന ടൈമിൽ വീണ്ടും കൺസീവ് ആയി. ഓക്കെ. പക്ഷേ ചില ആളുകൾ കൃത്യമായിട്ട് മരുന്ന് കഴിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നിങ്ങനെ മിസ്കാരേജ് ആയിപ്പോയി കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് ആകെ ഡൗൺ ആയിപ്പോവും. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്നുള്ള പ്രഷർ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് എന്താ വെച്ചാൽ മരുന്ന് നേരെ ചിലപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്യില്ല. ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് തന്നെ സ്റ്റോപ്പ് ചെയ്യും. ഈ കേസ് ശരിക്കും പിന്നീട് അവർക്ക് എന്തെങ്കിലും ഇടയിൽ കോംപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും വന്നിരുന്നു? പിന്നെ അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ കറക്റ്റ് മുന്നേ അങ്ങനെ മിസ്കാരേജ് വന്നതുകൊണ്ട് പിന്നെ അവർ ഒന്നും കൂടെ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഡയറ്റ് ഒക്കെ എങ്ങനെ നോക്കണം, പിന്നെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും വന്നില്ല. നോർമൽ ഡെലിവറി ആയിരുന്നു. അതെ, നോർമൽ ഡെലിവറി ആയിരുന്നു. ഒരു പെൺകുഞ്ഞായിരുന്നു. ഇതാണ് ഈ PCOD കേസുകൾ എപ്പോഴും എന്താ വെച്ചാൽ കുറച്ചുകൂടി റിസൾട്ട് കിട്ടും. ചിലപ്പോൾ PCOS എപ്പോഴും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്ത് ചിലപ്പോൾ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും ചിലപ്പോൾ കടന്നു പോകേണ്ടി വരും പേഷ്യൻറ്റ്. അപ്പോൾ ഡോക്ടറുടെ ഗൈഡൻസോടുകൂടി കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു സക്സസ്സിനുള്ളൊരു മാർഗ്ഗം.